ഇത് ഞാൻ പറഞ്ഞല്ലോ, സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നിങ്ങളുടെ വാർത്തകൾ കേട്ടിട്ട് വിശ്വസിച്ച് അതിന് മറുപടി പറയാനാണെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ? സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല, ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ, നിരീക്ഷകന്മാരും വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ, കള്ളപ്പണിക്കർമാർ കുറെ ആൾക്കാർ. ഷാജി, നിന്റെ ചീപ്പ് ഷൈനിങ്ങിന് നീ എന്നെ കുരുതി കൊടുത്തില്ലടാ. വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ, കള്ളപ്പണിക്കർമാർ കുറെ ആൾക്കാർ. അവർ വന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്, സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു. ഇപ്പൊ എന്റെ പ്രശ്നം നീയാ, നിന്റെ അധ്യായം ഇതോടെ ഞാൻ അടക്കി. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എല്ലാറ്റിനും ഞാൻ കാണിച്ചു തരാട്ടാ. മാധ്യമങ്ങളോട് സംസാരിക്കവേ സുരേന്ദ്രൻ ശ്രീജിത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശനം നടത്തിയിരുന്നു. ഇതിന് മറുപടിയുമായിട്ടാണ് ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ഗണപതി വട്ടജി, നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും. മകന്റെ കള്ളനിയമനം, തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പൽ വിവാദം, സ്ഥലപ്പേര് വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും. ഞാൻ എന്ത് വേണം ചെയ്യാൻ, ദയവേത് അവമാനിക്കരുത്. സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മുഞ്ഞ് കളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതെങ്കിലും ബിഷപ്പുമാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ കുശുമ്പല്ലേ ഇത്? സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ, നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിന്റെ 10-1 നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു എംപിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ആരെയാടോ കണി കണ്ടത്? തന്നെയാണല്ലേ? ആയിരിക്കില്ല. രാവിലെ എഴുന്നേറ്റ് ഉടനെ താൻ കണ്ണാടി നോക്കി കാണും. കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ 3 ഡസൻ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം. പാർട്ടിയിൽ വരൂ, പദവി തരാം, ഒപ്പം നിൽക്കൂ, സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ല ആവും? എന്റെ എല്ലാ മാനവും പോയി. രണ്ടും നിഷേധിച്ചത് എന്റെ നിലപാട്. നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്ന് നോക്കേണ്ടതില്ലല്ലോ. മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും. ഇത്തിരി പൊക്കമുണ്ടെന്ന് വെച്ചേ ബുദ്ധി ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശു പോകും. ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്, സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ. സന്തോഷമുണ്ട്. എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. പണിക്കർ. ചിത്രം ചെറിയുള്ളി തൊലിയുരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു ശ്രീജിത്ത് പണിക്കർ.